Hello friends, welcome to our channel Civil On. RCC എന്നുള്ള സബ്ജക്റ്റിൽ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ഓർഷിയർ ഗ്രേഡ് 1 എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടെ അതിന്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഡിസ്കഷനോട് നമുക്ക് കംപ്ലീറ്റ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് എന്നുള്ള ഭാഗം കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രമാത്രം പോയിന്റ്സ് ആണ്. ബേസിക്കലി എന്താണ് പ്രീ സ്ട്രെസ്സിങ്, അതുപോലെ ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് സിസ്റ്റംസ്, പ്രീ സ്ട്രെസ്സിലുള്ള മേജർ ലോസസ്, അതുപോലെ ബേസിക് ഇക്വേഷൻസും നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പ്രീ സ്ട്രെസ്സിന് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലാബ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. സോ ഇത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2017 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അതായത് which of the following is true for one way slab? One way slabന്റെ ട്രൂ ആയിട്ട് ഏതാണ് ഇതിലുള്ളതെന്ന്. അപ്പോൾ നമുക്കറിയാം വൺ വേ സ്ലാബ് ആണെങ്കിൽ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. വൺ വേ സ്ലാബിനാണെങ്കിൽ ഗ്രേറ്ററും, അതുപോലെ 2 വേ സ്ലാബിനാണെങ്കിൽ ലെസ്സർ ദാൻ 2 ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ L/B ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ബീനെ അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ L ഈസ് ഗ്രേറ്റർ ദാൻ 2B എന്ന് കിട്ടും. സോ ആ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ D ആയിരിക്കും അപ്പോൾ ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് പ്രീ സ്ട്രെസ് കോൺക്രീറ്റിലോട്ട് വരാം. പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പേര് തന്നെ ശ്രദ്ധിക്കുക. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്, അതായത് പ്രീ സ്ട്രെസ് പ്രീ ആയിട്ട് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതായത് സ്ട്രെസ് കോൺക്രീറ്റിൽ നമ്മൾ സാധാരണ ഒരു RCC മെമ്പർ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ലോഡ് വരുന്നത്. ലോഡ് വരുമ്പോഴാണ് സ്ട്രെസ്സസ് ഡെവലപ്പ് ആവുക. അപ്പം അതിന് ശേഷമാണ് ആ ഒരു അപ്ലിക്കേഷൻ അതിന് വരുമ്പോഴാണ് സാധാരണ RCC ബീംസിൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ സ്ട്രെസ് ഒരു അഡീഷണൽ സ്ട്രെസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന അതായത് ലോഡ് കാരണം കൊണ്ട് ആക്ച്വൽ പ്രാക്ടീസിൽ ഉണ്ടാകുന്ന ലോഡിനെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്ട്രെസ് നമ്മൾ മീൻസ് ഒരു സ്റ്റീൽ കേബിൾ വെച്ചിട്ട് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാണ്, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ കേസിൽ ലോഡ് വരുമ്പോൾ ഈ സ്ട്രെസ്സസ് ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രെസ്സസ് അതിനെ കൗണ്ടറാക്ട് ചെയ്യും. സോ ബെൻഡിങ്ങും അതുപോലെ ഡിഫ്ലക്ഷൻസും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി നമുക്ക് എൻഷ്യൂർ ചെയ്യാം. അതാണ് ഈ ബേസിക്കലി ഇതിൽ പറയുന്നത്. as the name indicates, the pre-stressed concrete is a form of concrete in which internal stresses are introduced before its application. Internal stress നമ്മൾ introduce ചെയ്യാണ് before its application so that it can counteract the tensile stresses produced in concrete due to external load. ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഈ ഫിഗർ വെച്ച് കാണിച്ചു തരാം. ഇതാണ് സാധാരണ ഒരു ബീം എന്ന് വിചാരിക്കാം. ഇതിൽ ലോഡ് ആക്ട് ചെയ്യാണ്. ഓക്കെ, സാധാരണ ബീം കേട്ടോ, ഇതൊരു RCC മെമ്പറാണ്, പ്രീ സ്ട്രെസ്ഡ് ഒന്നുമല്ല. സാധാരണ ഒരു ബീമിൽ ലോഡ് വന്ന് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, അല്ലെ ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പം എന്താണ്, മുകളിലെ കംപ്രഷനും അടിയിൽ ടെൻഷനും ആയിരിക്കും, അല്ലെ. ഇതാണ് ടെൻഷൻ അനുഭവപ്പെടുന്ന സ്ഥലം, ഇതാണ് കംപ്രഷൻ അനുഭവപ്പെടുന്ന സ്ഥലം. പിന്നെ സിംപിളി സപ്പോർട്ടഡ് ബീം ഈ ഒരു കേസിൽ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന്റെ കേസ് കൊണ്ടുവരികയാണ്. അതായത് നമ്മളിവിടെ ഈ ഒരു കംപ്രഷൻ ഈ ഒരു ടെൻഡൻ വെച്ച്, അതായത് ഒരു സ്റ്റീൽ കേബിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിലൊരു അഡീഷണൽ കംപ്രഷൻ ജനറേറ്റ് ചെയ്തു. അതായത് ഈ ബോട്ടം പോർഷനിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള കംപ്രഷൻ കൊണ്ടുവന്നു. സോ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഒരു കംപ്രഷൻ കാരണം കൊണ്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും ഡെവലപ്പ് ആവുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ആക്ച്വൽ പ്രാക്ടീസിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ലോഡ് കാരണം കൊണ്ട് ഇതിന് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കില്ല. സോ ഇറ്റ് വിൽ ഈ ഒരു മെമ്പറിന് കൂടുതൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ആക്ച്വൽ ബീമിനേക്കാളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇത് 2020 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 2020 എക്സാമുകളിലൊക്കെ നമ്മൾക്ക് ഈ ലെവൽ എക്സാംസിനൊക്കെ ഈ പ്രീ സ്ട്രെസ്സിങ്ങിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻ വരെ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്.
question, the method of pre-stressing concrete in which pre-stressing wire is tensioned against hardened concrete is. Okay, ചോദിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. pre-stressing കോൺക്രീറ്റില് വയറ് കോൺക്രീറ്റ് ഹാർഡ് ചെയ്തതിന് ശേഷം വയറ് സ്ട്രെസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിലാണ്? അത് ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മ pre-stressing സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. രണ്ട് തരത്തിൽ pre-stress ചെയ്യാം. ഓക്കെ, pre-stressing രണ്ട് ടൈപ്പ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെയാണ് പ്രീ ടെൻഷനിങ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണത്, പ്രീ ടെൻഷനിങ്. ആൻഡ് രണ്ടാമത്തേത് പോസ്റ്റ് ടെൻഷനിങ്. ഓക്കെ, ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും ആണ് ഉള്ളത്. പ്രീ ടെൻഷൻഡ് പ്രീകാസ്റ്റ് കോൺക്രീറ്റും പോസ്റ്റ് ടെൻഷൻഡ് പ്രീകാസ്റ്റ് കോൺക്രീറ്റും ആണ് നമുക്കുള്ളത്. പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രീ ടെൻഷനിങ് പേര് പോലെ തന്നെ നമ്മൾ ഇതിൽ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് ബീമിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റീൽ ടെൻഡൻ വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റീൽ വയർ വെച്ചിട്ടാണ് ഇതിൽ സ്ട്രെസ്സസ് നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വയർ വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു സ്ട്രെച്ചിങ്, ഈ സ്റ്റീൽ വലിക്കുന്ന സ്ട്രെച്ചിങ് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇതാണ് മോൾഡ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് കോൺക്രീറ്റ് ഇടുന്നത്, പോർ ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് ഇടുന്നേക്കാളും മുന്നേ ഇത് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടാണ് കോൺക്രീറ്റ് നിറച്ച് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് പ്രീ ടെൻഷൻ സിസ്റ്റം. അല്ല, കോൺക്രീറ്റ് ആദ്യം തന്നെ കോൺക്രീറ്റ് ഈ ഒരു ഷേപ്പിൽ കാസ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഡക്ട്സ് ഉണ്ടാവും, അതായത് ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വയർ കയറ്റി വെച്ചിട്ട് നമ്മൾ അതിനുശേഷമാണ് ഈ ഒരു ടെൻഷനിങ് പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ അത് പോസ്റ്റ് ടെൻഷൻ സിസ്റ്റമാണ്. ഓക്കെ, അത്രയുള്ള ഡെഫിനീഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് പേരിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിൽ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൻ്റെതുപോലെ അല്ലാതെ പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് പ്രൊജക്ട് സൈറ്റിൽ, അതായത് കാസ്റ്റഡ് മെമ്പർ പ്രൊജക്ട് സൈറ്റിൽ കൊണ്ടുവച്ചിട്ടാണ് ഈ ടെൻഷനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ടെൻഷനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? മെത്തേഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഓഫ് കോൺക്രീറ്റ് ഇൻ വിച്ച് പ്രീ സ്ട്രെസ്സിങ് വയേഴ്സ് ഇസ് ടെൻഷൻ അഗെയിൻസ്റ്റ്, എങ്ങനെയാണ്? ഹാർഡൻ കോൺക്രീറ്റിലാണ് വയർ ടെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ഹാർഡ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണ് ഈ ഒരു വയർ ഈ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. സോ എന്തായിരിക്കും ആൻസർ? പോസ്റ്റ് ടെൻഷനിങ് ആണ് അല്ലെ? പോസ്റ്റ് ടെൻഷനിങ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a uniformly distributed load a pre-stress wire in rectangular beam should be. ഓക്കെ, അതായത് ചോദിക്കുന്ന ഈ ഒരു കേസാണ്. ഇവിടെ ഈ ഒരു മെമ്പർ ആണ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ്? ഈ ഒരു ബീം മെമ്പറാന്ന് വിചാരിക്കാം. ഇത് പ്രീ സ്ട്രെസ്ഡ് മെമ്പർ ആണ്. ഇതിൽ ഈ ഒരു കാണിച്ചിരിക്കുന്നതാണ് റെഡ് കളറാണ് വയർ. ഇത് സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, ബ്ലാക്ക് കളറിലിട്ട് സെൻട്രോയിഡ് ആക്സിസ്. ഇവിടെ UDL ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ബീമിൽ UDL ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ ഈ വയറിനെ എന്ത് ഷേപ്പിലേക്കാണ് അത് ഡിഫ്ലക്ട് ചെയ്യപ്പെടാമെന്നാണ് ചോദിക്കുന്നത്. സോ ഈ വയർ ബേസിക്കലി ഈ റെഡ് വയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് അത് ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, ഈ ലോഡ് കാരണം കൊണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഈ ഒരു വയർ ഡിഫ്ലക്ട് ചെയ്യപ്പെടുക. സോ പാരബോളിക് ഷേപ്പില് ഇതാണ് ആൻസർ വരെ. പാരബോളിക് വിത്ത് കോൺവെക്സിറ്റി ഡൗൺവേർഡ്, ഈ ഒരു ഷേപ്പിലായിരിക്കും ബീം ഡിഫ്ലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ സ്ട്രെസ് ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഒക്വേഴ്സ്. അതായത് പ്രീ സ്ട്രെസ്സിൽ വരുന്ന ലോസസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലോസസ് പ്രീ സ്ട്രെസ്സിങ്ങിലെ കുറച്ച് ലോസസ് ഉണ്ടാവും. ആ ലോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ലോസസ് പ്രീ ടെൻഷനിങ്ങിലും പോസ്റ്റ് ടെൻഷനിങ്ങിലാണോ എന്നുള്ളതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ വരുന്ന ലോസസ് ആണ് ഇവിടെ നേട്ടിയിരിക്കുന്നത്. പോസ്റ്റ് ടെൻഷനിങ്ങിലാണ് ഇവിടെ അതിന് നേരെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ലോസ് ആണ് എലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. എലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ എലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവും. പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിന്റെ കേസിൽ രണ്ട് കേസസ് ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വയേഴ്സും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ടെൻഷൻ നമ്മൾ പറഞ്ഞു, അതായത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വയർ ഇട്ട് ഇന്റേണൽ സ്ട്രെസ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ പ്രോസസ്സ് വയർ ടെൻഷൻ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാ വയേഴ്സും ഒരു വയർ ആവണമെന്നില്ല, കൂടുതൽ വയേഴ്സ് വന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ,
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരുമിച്ചാണ് എല്ലാ വയേഴ്സും നടത്തുന്നതെങ്കിൽ ലോസസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ജനറലി നമ്മൾ ചോദിച്ചാണെങ്കിൽ പോസ്റ്റ് ടെൻഷനിങ്ങിൽ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയാതെ ചോദിച്ചാണെങ്കിൽ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് എഴുതാം. ബട്ട് ഇഫ് ദി വയേഴ്സ് ആർ സക്സസീവ്ലി ടെൻഷൻ, ഓക്കെ, സക്സസീവ്ലി ടെൻഷൻ ചെയ്യുന്നത്, അതൊന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചല്ല ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി സിഗ്നിഫിക്കൻസ് ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കേസിൽ പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിലും ഈ പറഞ്ഞ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകും. നെക്സ്റ്റ് റിലാക്സേഷൻ ലോസസ്. ഓക്കെ, റിലാക്സേഷൻ ലോസസ് എന്ന് പറയുന്നത് സ്റ്റീലിലാണ് ഉണ്ടാവുന്നത്. സോ പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിലായാലും പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിലായാലും റിലാക്സേഷൻ ലോസസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഷ്രിങ്കേജ്. ഷ്രിങ്കേജ് ഈ കോൺക്രീറ്റിൽ ഉണ്ടാവുന്നതാണ് ഷ്രിങ്കേജ് എന്ന് നമുക്കറിയാം. ഷ്രിങ്കേജ് ഏത് സിസ്റ്റം ആയിക്കോട്ടെ രണ്ടിലും ഉണ്ടാകും. അതുപോലെ തന്നെ ക്രീപ്പും, അത് ഷ്രിങ്കേജും ക്രീപ്പും രണ്ടിലും ഉണ്ടാവും. ഓക്കെ, കോൺക്രീറ്റ് പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിലായാലും പോസ്റ്റ് ടെൻഷനിങ്ങിലായാലും. ഇനി ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിക്ഷൻ ഒരിക്കലും തെറ്റിക്കരുത്. പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിലാണെങ്കിൽ ഫ്രിക്ഷൻ ലോസസ് ഉണ്ടാവില്ല. ഓക്കെ, ഫ്രിക്ഷൻ ലോസ് പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. ബട്ട് പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിൽ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ആങ്കറേജ് സ്ലിപ്പും ഫ്രിക്ഷന്റെ പോലെ തന്നെയാണ് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കമ്മിങ് ടു നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രീസ്ട്രെസ് ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഒക്കേസ്. പ്രീസ്ട്രെസ് ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഏതിലാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇപ്പം തന്നെ കണ്ടതാണ്. അതായത് പ്രീ ടെൻഷനിങ് സിസ്റ്റത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. സോ പോസ്റ്റ് ടെൻഷനിങ് ബീംസിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ എ ഓൺലി ഇൻ പോസ്റ്റ് ടെൻഷൻ ബീംസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, coming to next question. A rectangular beam of cross-sectional area A and sectional modulus Z is pre-stressed concentrically by force P. The minimum stress for the beam subjected to a maximum bending moment M is. അതായത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതൊരു പ്രീസ്ട്രെസ്ഡ് ബീം ഒരു ലോഡ് അതൊന്ന് ആക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട സംഭവം ആ ഒരു അറേഞ്ച്മെന്റ് തന്നെ ഈ ഒരു കേബിൾ പ്രീസ്ട്രെസിങ് കേബിൾ ഉണ്ട്, ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. സാധാരണ പ്രീസ്ട്രെസ്സിലും കണ്ട സ്ട്രെസ്, അതായത് റിസൾട്ടന്റ് സ്ട്രെസ്സിന്റെ ഫോർമുലയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റെക്ടാങ്കുലർ ബീമിന്റെ. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പ്രീസ്ട്രെസ്സിങ്ങിലെ ഏറ്റവും ബേസിക് ഇക്വേഷൻ. സോ ഈ ഒരു കേസിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുന്നത്, അതായത് സ്ട്രെസ്സസ് ഡ്യൂ ടു പി. സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം ലോഡ് ബൈ ഏരിയ ആണ്. ലോഡ് എന്ന് പറയുന്നത് ഇവിടെ പി ആണ്. അപ്പോൾ പി ബൈ എ, ലോഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും പ്ലസ് ഇവിടെ വരുന്ന സ്ട്രെസ്സസ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് കാരണം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്, ആ രണ്ട് സ്ട്രെസ് കൂടി ആഡ് ചെയ്യണം. സോ അത് കാരണം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് മൈനസ് എം ബൈ സെഡ് എന്നുള്ളത്. ഓക്കെ, സോ ഈ എം എന്ന് ഉദ്ദേശിക്കുന്ന മൊമെന്റ് ഡ്യൂ ടു ഈ പറയുന്ന ലോഡ്, സെഡ് എന്ന് പറയുന്നത് സെക്ഷണൽ മോഡുലസ്. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഇതെന്ന് പറയുന്നത് പി ബൈ എ മൈനസ് എം ബൈ സെഡ് എന്നുള്ളതായിരിക്കും ഇക്വേഷൻ വരാം. ഫൈനൽ അതായത് റിസൾട്ടന്റ് സ്ട്രെസ് എന്ന് പറയുന്നത് പി ബൈ എ മൈനസ് എം ബൈ സെഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത് ബോട്ടത്തിലുള്ള കേസ്, ടോപ്പിലാവുമ്പോൾ നേരെ തിരിച്ചു. ഓക്കെ, സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, പി ബൈ എ മൈനസ് എം ബൈ സെഡ്. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ. In a load balanced pre-stressed concrete beam under self-load, the cross-sectional subjected to. Okay, 2013 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ എക്സാമിന്. ലോഡ് ബാലൻസ്ഡ് pre-stressed concrete beam under self-load, cross-sectional subjected to axial stresses, bending stresses, axial and bending stresses, axial and shear stresses. സോ ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സോ ഇത് ഈ ഒരു RCCയുടെ ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഇനിയൊരു ക്ലാസ് ഉണ്ടാവില്ല. സോ ഇതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിൽ വിത്തിൻ 1 വീക്ക് ഇട്ടേക്കാം. സോ അറിയാവുന്നവരെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Stay tuned for more videos.